ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും ഒരു ലോഞ്ച് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ലോഞ്ചാണെന്നുള്ളത്. ഇത് ഞങ്ങളുടെ അവസാനത്തെ ലോഞ്ചാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ലോഞ്ച് സൂപ്പറായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ ക്രിസ്മസ് പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അതെനിക്ക് അന്ന് ഇടാൻ പറ്റിയില്ല. അത് ഞാൻ ഈ ലോഞ്ചിനിട്ട് അങ്ങ് വിഷമം തീർത്തു. പിന്നെ എല്ലാവരും കൂടെ നടന്നാട്ടോ പോയി, കുറച്ച് അടുത്തായിരുന്നു ഹോട്ടൽ. അപ്പം നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഊബറൊന്നും വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും കൂടെ റെഡിയായി ഓഫീസിൽ നിന്ന്. അന്ന് ഈവനിങ് വരെ നമുക്ക് ഓഫീസുണ്ട്. അത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടാണ് പോകുന്നത്. ഇതാണ് ആ ഹോട്ടൽ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഒരു വൈബായിരുന്നു ചെന്ന് കയറിയപ്പോൾ തന്നെ. ബോസും ബാക്കി സാറന്മാരും ഒക്കെ നേരത്തെ എത്തിയിരുന്നു കേട്ടോ. ഞങ്ങളാണ് കുറച്ച് ലേറ്റ് ആയത്. പിന്നെ ഞങ്ങളുടെ മാമിനെയും ബാക്കിയുള്ളവരെയൊക്കെ ഞങ്ങളിങ്ങനെ ലിഫ്റ്റ് വഴി കയറ്റി വിട്ടിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ കയറിപ്പോയത്. അതുവരെ ഞാൻ ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് നിന്നു. നമുക്ക് വ്ളോഗിൽ ഉൾപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അങ്ങനെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തി കേട്ടോ. ഇപ്പോൾ ഇവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഒന്നിച്ച് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഗുണമെന്ന് പറയാം. അതുകൊണ്ട് അവരെല്ലാവരും വീഡിയോയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. വീഡിയോയ്ക്കൊക്കെ വന്നിങ്ങനെ നിന്ന് തരും കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ആദ്യം കുറച്ച് പ്രസംഗവും സമ്മാനദാനവും ഒക്കെ ഉണ്ടായിരുന്നു. ബെസ്റ്റ് പെർഫോമൻസിനൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ബെസ്റ്റ് പെർഫോമർ കേട്ടോ. സെയിൽസിലെ ചേട്ടനാണ്, അരവിന്ദ് എന്നാണ് പേര്. ആൾ ഭയങ്കര ചില്ല് ആൻഡ് വൈബാണ് കേട്ടോ. ഞങ്ങളുടെ വൺ ആൻഡ് ഓൺലി മാനേജർ ഫയാസിക്ക. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ലോഞ്ച് തന്നതിൻ്റെ കാരണം ആ കപ്പാണ്. കാരണം ബെസ്റ്റ് ബ്രാഞ്ച് ഞങ്ങളായിരുന്നു. അതിൻ്റെ ഒരു ട്രീറ്റാണ് ഈ കാണുന്നത്. ആദ്യമൊന്നും പഴയ ആർക്കും ഒരു വൈബില്ലായിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുമായിരുന്നു. വെള്ളം അടിക്കാനൊന്നും ആരും പോകുന്നില്ലായിരുന്നു. എന്തോ ബെസ്റ്റ് ബ്രാഞ്ച് അതിൻ്റെ അഹങ്കാരമായിരിക്കും. പിന്നെ ഞങ്ങളൊരു മൂലയ്ക്ക് കസേര അങ്ങോട്ട് ഇട്ട് നിരത്തി ഇരുന്നിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞിരുന്നു. അത്രയും കളർഫുള്ളായിട്ടുള്ള ലൈറ്റിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിരുന്ന് കാര്യം പറയുമായിരുന്നു. പിന്നെ ഇവളങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ സൂപ്പർ ഫുഡെന്ന് വെച്ചാൽ സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഫുഡായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് ഇതിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഓരോരുത്തരായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റില്ലായിരുന്നു. കഴിച്ചിട്ട് വന്നതിന് ശേഷമായിരുന്നു പിന്നെ ഞങ്ങളുടെ കലാപരിപാടികൾ. രണ്ടെണ്ണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ആടാൻ തുടങ്ങി. ആ ആടൽ പിന്നെ നിന്നത് 10 മണിക്കാണ്. അതുവരെ അങ്ങോട്ട് ആട്ടമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞ് ആളുകൾ പോകുന്നുണ്ടായിരുന്നു. കാരണം അവർക്കും കഴിക്കണമല്ലോ. ഞങ്ങൾ ഫസ്റ്റിലേ പോയി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇഴജന്തുക്കളെയൊക്കെ വിളിക്കാൻ ഓരോരോ ഉടയവന്മാർ വരാൻ തുടങ്ങി. പിന്നെ എന്നെ വിളിക്കാൻ ഉടയവനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഊബറിയേട്ടനെ അങ്ങോട്ട് വിളിച്ച് സെറ്റാക്കി. ഇവരെ പിന്നെ അറിയാമല്ലോ, ദീപു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയായിരുന്നു. അവനെ അവളെ വിളിക്കാൻ വന്നതാട്ടോ. പിന്നെ എൻ്റെ ഊബറിയേട്ടൻ ഓൺ ടൈമായിരുന്നു. ഞാനും വെൽസും കൂടെ ആണ് റൂമിലോട്ട് പോയത്. അപ്പം ഞങ്ങൾ രണ്ടും ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ കലാപരിപാടി അത്രയേ ഉള്ളായിരുന്നു. ഓക്കെ, ബൈ ഡിയേഴ്സ്.